പ്രിയമുള്ള രക്ഷിതാക്കളെ, ഒരു പ്രീ സ്കൂൾ വിദ്യാർത്ഥി വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ശാരീരികമായ വികാസം. ഈ ശാരീരികമായ വികാസത്തിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, അതായത് വലിയ പേശികളുടെ വികാസം. രണ്ടാമത്തെ വികാസമാണ് സൂക്ഷ്മ പേശികളുടെ വികാസം, അഥവാ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമ്മുടെ പ്രീ സ്കൂൾ വിദ്യാർത്ഥി പ്രീ സ്കൂൾ കഴിയുമ്പോഴേക്ക് നേടിയെടുക്കേണ്ട കുറേ കഴിവുകളുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ കളിച്ചിരുന്ന ഈർക്കിളി കൊണ്ട് കളിച്ചിരുന്ന 100-ാം ഗോല്, അതുപോലെ തന്നെ ഗോലി കൊണ്ട് കളിച്ചിരുന്നത്, അതുപോലെ മണ്ണിൽ കളിച്ചിരുന്നത്, ഇത്തരത്തിലുള്ള കളികളൊക്കെ ഇന്ന് അപ്രത്യക്ഷമാവുകയും കുട്ടിയുടെ സൂക്ഷ്മപേശി വികാസത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ സൂക്ഷ്മപേശി വികാസം നേടിയെടുത്താൽ മാത്രമേ കൃത്യമായി പെൻസിലോ പേനയോ പിടിച്ച് കൈകൊണ്ട് എഴുതാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ മാറേണ്ടതുണ്ട്. ചിത്രം നിറം നൽകാൻ കഴിയുകയുള്ളൂ, ചിത്രം വരക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ കടലാസുകൾ ഇങ്ങനെ മുറിച്ചെടുക്കാൻ, മുറിച്ച കടലാസുകൾ ഒരു പേപ്പറിൽ ഒട്ടിക്കാൻ കുട്ടികൾക്ക് കഴിയണം. കളിമണ്ണ് കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. അതുപോലെ ചെറിയ വസ്തുക്കൾ, പാഴ്വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ക്രാഫ്റ്റ് നടത്താൻ കുട്ടികൾക്ക് കഴിയണം. കുത്തുകൾ യോജിപ്പിക്കാനുള്ള കഴിവ് സൂക്ഷ്മപേശി വികാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാണ്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ ഒരു കുട്ടി സ്വന്തമായി ആ കുട്ടിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക, അതുപോലെ തന്നെ ഷൂവിൻ്റെ ലേസ് കെട്ടുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം കുട്ടിയുടെ സൂക്ഷ്മപേശി വികാസത്തെയാണ് കാണിക്കുന്നത്. അത്തരത്തിൽ കുട്ടിയുടെ ശാരീരികമായ വികാസത്തിലെ സൂക്ഷ്മപേശി വികാസം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ വീടുകളിൽ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകി കുട്ടിയുടെ ചെറിയ പേശികളുടെ വികാസം ഉണ്ടാകുകയും, അതുപോലെ ഹാൻഡ് ഐ കോർഡിനേഷൻ, നമ്മുടെ കുട്ടിയുടെ കണ്ണും കൈയും തമ്മിലുള്ള ഏകീകരണം ഉണ്ടാവുകയും ഒക്കെ വേണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സമയവും ആ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ വീടുകളിൽ ചെയ്യിപ്പിക്കുകയും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.